ജപ്പാൻകാരുടെ ഈ ക്രേസി ഐഡിയകൾ കാണേണ്ടത് തന്നെയാണ്. മേക്കപ്പ് ഇടുന്ന കണ്ണാടി മുതൽ ഭാരം കുറയ്ക്കുന്ന പാട്ട് വരെ. ഹായ് ഗായ്സ്, ധാരാളം സാധനങ്ങളിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് രേഖപ്പെടുത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത സാധനങ്ങൾ ഉണ്ടാക്കി അതിനോരോ പേരുമിട്ട് പാക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കുന്ന ടീംസാണ് ജപ്പാൻ. ഈ കാര്യത്തിൽ അവർക്ക് മറ്റ് ലോക രാജ്യങ്ങളെക്കാൾ ഒരു 20 വർഷമെങ്കിലും മുമ്പേ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. കൂട വെച്ച ചെരുപ്പ്, ട്രാൻസ്പെറന്റ് TV, 3D മേക്കപ്പ് ഇട്ട് തരുന്ന കണ്ണാടി, ഫാൻ വെച്ച ചോപ്സ്റ്റിക്ക്, വിളിച്ചാൽ ഓടി വരുന്ന ഫ്രിഡ്ജ്, പറന്ന് പുറകെ വരുന്ന കുട എന്നിങ്ങനെ ജപ്പാൻ കൈവെക്കാത്ത കണ്ടുപിടുത്തങ്ങളില്ല. ഈ രസകരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഫാക്സ് മോജോ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ വെൽക്കം ടു ഫാക്സ് മോജോ മെയ്ഡ് ഇൻ ജപ്പാൻ. നമ്പർ 14, മൗത്ത് വൈറ്റ്നർ. നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഈ സാധനം വാങ്ങിച്ചുപയോഗിക്കുന്നതിന് മുന്നേ ഒപ്പമുള്ളവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം അതിങ്ങനെ മുഖത്ത് വെച്ച് പിടിപ്പിച്ച് കാണുമ്പോൾ ആരും സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പോകും. മുഖത്തെ ചർമ്മത്തിനും പേശിക്കും നല്ല റിലാക്സേഷൻ കൊടുക്കാനും നല്ലൊരു സ്ട്രെച്ചിങ് എക്സസൈസ് നൽകാനും ഈ മൗത്ത് വൈറ്റ്നർ കിട്ടിലമാണ്. 1349 രൂപയുള്ള ഇതുപയോഗിച്ചാൽ ചർമ്മത്തിനെ പ്രായാധിക്യത്തിൽ നിന്നും സംരക്ഷിക്കാമത്രേ. ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇതിങ്ങനെ ചുണ്ടിലേക്ക് വെക്കുകയേ വേണ്ടൂ. ആരെങ്കിലും വാങ്ങുന്നുണ്ടോ? നമ്പർ 13, ഡെസ്ക്ടോപ്പ് വാഷിംഗ് മെഷീൻ. വാച്ച്, കീ ഹോൾഡർ, ഗ്ലൗസ്, ഗ്ലാസ് മുതലായ ഐറ്റംസ് പൊതുവെ ആരും അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാറില്ലല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള കുഞ്ഞൻ ഐറ്റംസ് കഴുകാനും ജാപ്പനീസുകാർ ഒരു കുഞ്ഞൻ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന USB പവേർഡായ ഡെസ്ക്ടോപ്പ് വാഷിംഗ് മെഷീൻ. ഇത് ഫോൺ ചാർജിന് കുത്തുന്നത് പോലെ കമ്പ്യൂട്ടറിലെ USB പോർട്ടിലേക്കോ മറ്റേതെങ്കിലും USBയിലേക്കോ കണക്ട് ചെയ്ത് ഡിറ്റർജന്റും ഇട്ട് പ്രവർത്തിപ്പിക്കാം. ഇനി USB ഇല്ലെങ്കിൽ 4 AAA ബാറ്ററി ഉപയോഗിച്ചും നിങ്ങൾക്കിതിലിട്ട് ചെറിയ ഐറ്റംസ് വൃത്തിയായി കഴുകിയെടുക്കാം. മറ്റ് വസ്ത്രങ്ങൾക്കൊപ്പമിട്ട് മാസ്ക് കഴുകാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വാങ്ങിവെച്ച് മാസ്ക് മാത്രമായിട്ട് കഴുകാം. വെറും 3400 രൂപ മാത്രം. നമ്പർ 12, സ്വയം കുക്ക് ചെയ്യുന്ന ടേബിൾ. നമ്മൾ സ്മാർട്ടാകുമ്പോൾ നമുക്കൊപ്പം നമ്മുടെ വീടും അടുക്കളയും എല്ലാം സ്മാർട്ടാകണ്ടേ? ഇതിനുവേണ്ടി ജപ്പാൻ കമ്പനിയായ പാനസോണിക് സ്വയം കുക്ക് ചെയ്യുന്ന ടേബിളും ട്രാൻസ്പെറന്റ് ആയ TVയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു TV സ്ക്രീനായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊരു സുതാര്യമായ ഷെൽഫ് ഗ്ലാസ് മാത്രമാണെന്ന് തോന്നുകയുള്ളൂ. ഇനി ഈ ടേബിൾ ആണെങ്കിലോ കണ്ടാൽ ഒരു സാധാരണ ഡൈനിങ് ടേബിൾ ആണെന്നേ തോന്നും. എന്നാൽ പാചകം ചെയ്യേണ്ട ആഹാരം ഇങ്ങനെ ഈ ടേബിളിൽ എടുത്തു വെച്ച് ഇതുകൊണ്ട് അടച്ചാൽ അത് സ്വയം കുക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് പാകം ചെയ്യാം. മാത്രമല്ല ചൂടോടെ അതിൽ വെച്ച് തന്നെ കഴിക്കുകയും ആകാം. ചൂടോടെ തന്നെ എന്ത് ഭക്ഷണവും വേണമെന്നുള്ളവർക്ക് ഇതൊരെണ്ണം വാങ്ങിക്കൊടുക്കണം. നമ്പർ 11, ടിഷ്യൂ റോൾ ഹെയർ ബാൻഡ്. ഇന്നത്തെ കാലത്ത് അലർജിയും തുമ്മലും ചീറ്റലും ഒന്നുമില്ലാത്തവരുണ്ടാകില്ല. അങ്ങ് ജപ്പാനിലും ഇതിനൊരു കുറവുമില്ല. മാത്രമല്ല ഇമോഷണൽ സിനിമകൾ കണ്ട് അവർ ധാരാളം കരയുകയും ചെയ്യുമത്രേ. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ടിഷ്യൂ റോൾ ഹെയർ ബാൻഡ്. ഇതുപയോഗിച്ചാൽ കണ്ടിന്യൂസ് ആയി ടിഷ്യൂ റോള് നമുക്ക് എപ്പോഴും തലയിൽ നിന്നും എടുക്കാം. തലയിൽ നിന്നും ഇങ്ങനെ ടിഷ്യൂ വലിച്ചെടുക്കുക, ചീറ്റുക, കഴിഞ്ഞു. നമുക്ക് 3000 ലൈക്ക് ആക്കണ്ടേ? ദേ ഇവിടെ ഒരു ലൈക്ക് ഇട്ടോ. നമ്പർ 10, മാജിക് കണ്ണാടികൾ. കണ്ണാടി കള്ളം പറയില്ലല്ലോ, നമുക്കറിയാം. അതായത് നമ്മൾ അതിന്റെ മുന്നിൽ പോയി നിന്നാൽ നമ്മൾ എന്താണോ അതാവും കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയം പാനസോണിക് 2016 അവതരിപ്പിച്ച ഈ സ്മാർട്ട് കണ്ണാടിയാണെങ്കിൽ നിങ്ങളുടെ മുഖം അതേപടി കാണിക്കുമെന്ന് മാത്രമല്ല അതിനെ കുറച്ച് ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. അതായത് ഈ കണ്ണാടി ആദ്യം നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. ശേഷം സ്കിൻ പ്രശ്നങ്ങൾ, അതായത് സൺ ടാനുകൾ, പാടുകൾ, ചുളിവുകൾ എന്നിവ സ്പോട്ട് ചെയ്ത് കാണിക്കും. തീർന്നില്ല, അത് പരിഹരിക്കാൻ വേണ്ടി ബ്യൂട്ടി പ്രൊഡക്ട്സും ഈ മിറർ തന്നെ സെലക്ട് ചെയ്യും. ഇനി ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഡക്ട്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റം വരുമെന്നും നമുക്ക് കാണാം. 3D പ്രിന്റിംഗ് വഴി ഈ മേക്കപ്പ് നമുക്കായി ഒരുക്കി തരികയും കൂടി ചെയ്യുമത്രേ. നമ്പർ 9, സോളാർ ലൈറ്റർ. ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. പക്ഷേ നിങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ സിഗരറ്റ് ലൈറ്റർ ആണോ ഉപയോഗിക്കുന്നത്? എന്തായാലും ജപ്പാൻകാർ കുറച്ചുകൂടി പരിസ്ഥിതി സ്നേഹികളാണ്. അതുകൊണ്ടാണ് അവർ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സോളാർ ലൈറ്ററുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലെൻസ് ഉപയോഗിച്ച് ഫോക്കസ് ചെയ്ത് പേപ്പർ കത്തിക്കുന്ന ടെക്നിക്ക് പഠിച്ചിട്ടില്ലേ? അതുതന്നെയാണ് ഈ പാരബോളിക് ഷേപ്പിലുള്ള പോളിഷ്ഡ് സ്റ്റീൽ ഉപയോഗിച്ച് ഇവിടെയും ചെയ്യുന്നത്. നമ്പർ 8, കഴുത്തിലും കാലിലും കുട തൂക്കുന്നവർ. ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലേക്ക് ഓടുന്നതിനിടയിൽ കുട കയ്യിലെടുക്കാൻ അങ്ങനെ മെനക്കെടാനൊന്നും നേരമില്ല. അതുകൊണ്ടാണ് അവർ ഈ പോൾക്ക ഡോട്ട്സ് ഉള്ള ടൈ ഇറക്കിയിരിക്കുന്നത്. ടൈയോ എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഇതൊന്ന് സൂക്ഷിച്ചു നോക്കൂ. പക്ഷെ മഴ പെയ്താലിടാൻ വേറൊരു ടൈ കൂടി മറക്കാതെ എടുക്കേണ്ടി വരും. കഴുത്തിൽ മാത്രമല്ല,
ജപ്പാൻകാർ കുട കെട്ടി തൂക്കുന്നത്. തങ്ങളുടെ വിലപിടിപ്പുള്ള ഷൂസ് നനയാതിരിക്കാനും അവർ പുത്തൻ ഐഡിയകൾ ആവിഷ്കരിച്ചിട്ടുണ്ടത്രേ. ജപ്പാൻകാരെ സംബന്ധിച്ച് അഴുക്ക് പിടിച്ച ഷൂസ് വീടിനുള്ളിൽ കയറ്റുന്നത് അവർക്ക് ദൗർഭാഗ്യം കൊണ്ടുവരുമത്രേ. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ കുട പിടിക്കുന്ന ഷൂസ് കൂടി അവരുണ്ടാക്കിയിരിക്കുന്നതത്രേ. ഐഡിയ ഇഷ്ടമായെങ്കിൽ ഏകദേശം 3000 രൂപ മുതൽ ഓൺലൈനായി നിങ്ങൾക്ക് വാങ്ങാം. നമ്പർ 7, റോബോട്ടിക് ഫ്രിഡ്ജ്. വീട്ടിലെ ഫ്രിഡ്ജിൽ ഉണങ്ങിയിരിക്കുന്ന നാരങ്ങ മാത്രമേ ഉള്ളൂവെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നു നോക്കാറില്ലേ? എന്നാൽ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിനടുത്തേക്കല്ലേ പോകാറുള്ളത്? ഇനി ഫ്രിഡ്ജിനെ നമ്മുടെ അടുത്തേക്ക് വരുത്തുന്നതല്ലേ ഹീറോയിസം? ഈ ജാപ്പനീസ് റോബോട്ടിക് ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഹീറോകൾക്ക് പറ്റിയ ഐറ്റമാണ്. ഈ സ്വയം ഡ്രൈവ് ചെയ്യുന്ന ഫ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നതും പാനസോണിക് തന്നെയാണ്. ഗൂഗിളിന്റെ സെൽഫ് ഡ്രൈവിംഗ് കാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിഡാർ എന്ന ടെക്നോളജി തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. മുന്നിലുള്ള തടസ്സങ്ങളെ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇവയ്ക്ക് കഴിയും. കൂ എന്ന് വിളിപ്പേരുള്ള ഈ ഫ്രിഡ്ജ് വോയിസ് ആക്ടിവേറ്റഡ് കൂടിയാണ്. അതായത് ഹായ് കൂ, കം ടു മൈ ടേബിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് നമ്മുടെ അടുത്തേക്ക് വരും. കാര്യം ഇത് കിടപ്പ് രോഗികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും മടിയുടെ അസുഖം ഉള്ളവർക്കും ഇത് വളരെ പ്രയോജനം ചെയ്യും. നിങ്ങൾക്ക് നല്ല ഇടി മിന്നൽ ഫാക്സ് ഇഷ്ടമാണോ? വിരൽ തുമ്പിലെത്തുന്ന ടെക് ന്യൂസ് ഇഷ്ടമാണോ? പിന്നെ എന്തിനു മടിച്ചു നിൽക്കണം? അടിക്ക് മച്ചാന്മാരെ ഒരു സബ്സ്ക്രിപ്ഷൻ. നമ്പർ 6, ചോപ്സ്റ്റിക് ഫാൻ. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരാണ് ജപ്പാനിലെ തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നന്നായി ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ ഈ ചൂട് നൂഡിൽസൊക്കെ ഊതി തണുപ്പിച്ച് കഴിക്കാനൊക്കെ അവർക്ക് എവിടുന്നാണ് സമയം? അപ്പോൾ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഐഡിയ ഈ കാണുന്ന ചോപ്സ്റ്റിക് ഫാനാണ്. ഈ ചോപ്സ്റ്റിക് ഫാൻ ഉപയോഗിച്ചാണ് കഴിക്കുന്നതെങ്കിൽ ഇനി എത്ര എരിവുള്ള റാമൻ നൂഡിൽസ് ആണെങ്കിലും ശരി, നിമിഷ നേരത്തിനുള്ളിൽ അവരകത്താക്കും. ജോലി മുഖ്യം ബീലേ. നമ്പർ 5, ജപ്പാനിലെ പറക്കും കുടയും വെള്ളം പിടിക്കും കുടയും. ഇനി പറയാൻ പോകുന്ന കുട പരിസ്ഥിതി സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇഷ്ടപ്പെടാനിടയുള്ള ഒന്നാണ്. ഈ കുടയിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആകാതെ ഒരു പൈപ്പ് വഴി കമ്പാർട്ട്മെന്റിൽ ശേഖരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കത് കുടിക്കുകയുമാകാം. എപ്പോഴെങ്കിലും കുട ഇങ്ങനെ കയ്യിൽ പിടിക്കേണ്ടി വരുന്ന അവസ്ഥയെ നിങ്ങൾ വെറുത്തിട്ടുണ്ടോ? എങ്കിൽ അസഹി പവർ സർവീസ് നിർമ്മിച്ചിരിക്കുന്ന ഈ പറക്കം കുട ഉറപ്പായും നിങ്ങൾക്കിഷ്ടപ്പെടും. ഇതിലുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കയ്യിൽ പിടിക്കാതെ തന്നെ ഈ കുട നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കും. ഇത് നിങ്ങളെ ഫോളോ ചെയ്ത് ഒപ്പം വരികയും ചെയ്യും. ഡ്രോൺ ബെല്ല എന്ന ചെല്ലപ്പേരുള്ള ഈ കുടയ്ക്ക് 20,000 രൂപയ്ക്ക് മുകളിൽ വില വരും. നമ്പർ 4, ശബ്ദം കൂട്ടാം കുറയ്ക്കാം. ചുറ്റുപാടുമുള്ള സൗണ്ടിന്റെ വോളിയം വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ കാണുന്ന ഹിയറിംഗ് എൻഹാൻസർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ജാപ്പനീസ് സൗണ്ട് എൻഹാൻസർ ശബ്ദത്തെ വളരെ വലുതാക്കി ചെവിയിലെത്തിക്കും. നിങ്ങളെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ ചെവിയിൽ പതിയുമെന്നുറപ്പ്. ബട്ട് തിരക്കുള്ള ഒരു റോഡിൽ ഇതും ചെവിയിൽ വെച്ച് നിൽക്കുന്ന രംഗം മാത്രം ആലോചിക്കാൻ വയ്യ. പിന്നെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ആവശ്യം മറ്റുള്ളവരുടെ അനാവശ്യമായി മാറാറുണ്ടല്ലോ. ഉദാഹരണത്തിന് രാത്രിയിൽ ഉറക്കെ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കലാകാര വിരുദ്ധന്മാരുണ്ടാകും. എന്നാൽ ഈ ജാപ്പനീസ് ഐറ്റമായ സൈലന്റ് കരോക്കെ മൈക്ക് ഉണ്ടെങ്കിൽ ഏത് നട്ടപ്പാതിരായ്ക്കും എവിടെയും നിങ്ങൾക്ക് അലറിപ്പാടാം. ഒറ്റ കാര്യമേ ഉള്ളൂ, ഓഡിയൻസായി ആരും ഉണ്ടാകില്ല. ഈ മൈക്കിലെ ഈ കോൺ നിങ്ങളുടെ സൗണ്ടിനെ 70% വരെ റെഡ്യൂസ് ചെയ്യും. മാത്രമല്ല ഒരു ഇയർ പീസ് വഴി ആ സൗണ്ട് അത് നിങ്ങൾക്ക് നന്നായി എൻജോയ് ചെയ്യാനും കഴിയും. ഇനി ആരോടെങ്കിലുമുള്ള ദേഷ്യം ഉറക്കെ തീർക്കണമെങ്കിൽ അതും ഈ മൈക്കിൽ കൂടിയാകാം. ജപ്പാൻകാർ പറയുന്നത് ഇങ്ങനെ ഉറക്കെ വോക്കൽ പ്രാക്ടീസ് ചെയ്യുന്നത് ശരീരഭാരം കൂടി കുറയ്ക്കുമെന്നാണ്. ജപ്പാനിലാണെങ്കിൽ 2 പാട്ടിൽ തീർന്നേനെ. ഇവിടാണെങ്കിൽ 2 മാസം ഓടിയാലും തീരില്ല. നമ്പർ 3, മെട്രോയ്ക്കുള്ളിൽ തിരക്കാണെങ്കിലും തലചായ്ക്കാം. ജപ്പാനിലെ വളരെ തിരക്ക് പിടിച്ച ടോക്കിയോ സബ്വേ ധാരാളം പ്രത്യേകതകളുള്ള സ്ഥലമാണ്. മെട്രോയിലുള്ള തിരക്ക് കാരണം മിക്കവർക്കും പലപ്പോഴും ഇരിക്കാൻ സീറ്റ് കിട്ടില്ല. അപ്പോൾ യാത്രക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുക്കണ്ടേ? അതിനാണ് ഈ ഹാങ്ങിങ് ചിൻ റെസ്റ്റുകൾ. സീറ്റ് കിട്ടാത്തവർക്കും നിന്നുറങ്ങാം. തല നൈസായിട്ട് ഇങ്ങനെ തൂക്കിയുമിടാം. ഇനി തിരക്കിൽ തന്നെ സീറ്റ് കിട്ടിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഈ സക്ഷൻ കപ്പോട് കൂടിയ ഹാറ്റിൽ നിങ്ങൾക്ക് തല വെച്ച് സുഖമായി ഉറങ്ങാം. മറ്റൊരാളിന്റെ തോളിലേക്ക് ചാഞ്ഞെന്ന പരാതിയും കേൾക്കണ്ട. ഇനി സ്റ്റോപ്പ് എത്തുമ്പോൾ എങ്ങനെ ഇറങ്ങുമെന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ഈ ഹാറ്റിന് മുകളിൽ നിങ്ങൾക്കിറങ്ങേണ്ട സ്റ്റോപ്പ് എഴുതി ഒട്ടിക്കാനുള്ള സ്പേസ് ഉള്ളത് ഉപയോഗപ്പെടുത്താം. സ്വാഭാവികമായും നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു വേണമല്ലോ നിൽക്കുന്നവർക്കിറങ്ങാൻ. സോ അവർ വിളിച്ചെണീപ്പിച്ച് വിടുമായിരിക്കും. എത്ര മനോഹരമായ ആചാരങ്ങൾ. നമ്പർ 2, ഐ ഡ്രോപ്പ് ഫണൽ ഗ്ലാസുകൾ. കണ്ണിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായി അതിനുവേണ്ടി ഐ ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രായമായവർക്ക് പ്രത്യേകിച്ചും അത് കൃത്യമായി കണ്ണിൽ തന്നെ വീഴുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ഐ ഡ്രോപ്പ് ഫണൽ ഗ്ലാസുകൾ. അതെ, സംഗതി അത് തന്നെയാണ്. കണ്ണാടി പോലെ ഇത് ഉപയോഗിക്കാം.
ഗ്ലാസുകളിൽ തന്നെ ഒരു തുള്ളി പോലും വേസ്റ്റാക്കാതെ മരുന്ന് കണ്ണിലേക്ക് പോകാനുള്ള ഫണലുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളിന്റെ സഹായമില്ലാതെ തന്നെ ഇത് ചെയ്യാം. പിന്നല്ല, മൂക്കിനുള്ളിൽ മരുന്നൊഴിക്കാനും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വേണമെന്നാണ് എന്റെ ഒരിത്. നമ്പർ 1, ഫിംഗർ ടൂത്ത് ബ്രഷ്. ഓരോ വർഷവും ആളുകൾ എന്തുമാത്രം ബ്രഷായിരിക്കും ഉപയോഗിച്ച് തള്ളുന്നതെന്ന് നമുക്കൊരു പിടിയുമില്ലല്ലേ. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കുള്ള ബ്രഷും ഫിംഗറിലിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ഇറക്കിയിരിക്കുകയാണ് ജപ്പാനിൽ. അതാകുമ്പോൾ അത്രയും കുറച്ച് പ്ലാസ്റ്റിക് മതിയെന്നതാണ് കാരണം. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവെന്ന് പറയാറില്ലേ? എന്നാൽ ഉദയസൂര്യന്റെ നാടെന്ന അപരനാമമുള്ള ജപ്പാനെ സംബന്ധിച്ച് ആവശ്യമല്ല, അവരുടെ ക്രേസി ഐഡിയകളാണ് അവർക്ക് ഓരോ സാധനങ്ങളും സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും see you soon.